ഒരു ജുമഅ തന്നെ ഇല്ലാതെ ആയി പോകുമായിരുന്നു. അതേ കേരളം തന്നെ അങ്ങനെ ആയി പോകുമായിരുന്നു. ശരിയായ ഒരു ജുമഅ ഇല്ലാതെ ആയി പോകുമായിരുന്നു. ഒരാഴ്ചയിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ വേണ്ടി അല്ലാഹു തആല തന്ന പുണ്യദിനമാണ് വെള്ളിയാഴ്ച. ആ പുണ്യദിനത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മം, അത് ബാത്തിലാക്കുന്ന ഒരു തെറ്റ്, ഒരു മഹാപാതകം ചെയ്യുന്നവരായി നമ്മുടെ മിമ്പറുകളിലുള്ള പണ്ഡിതന്മാര് തന്നെ അതപ്പതിച്ചു പോകുമായിരുന്നു. ഹസ്സൻ മുസ്ലിയാരോട് കേരളം കടപ്പെട്ടിരിക്കുന്നു, എല്ലാ മുസ്ലിമീങ്ങളും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ യാത്ര ഓരോ പ്രദേശത്തും ഓരോ മഹാപണ്ഡിതന്മാരുടെ പേരിലാണ്. അത് സമസ്ത കേരള ജമിയത്തുലമയുടെ ഖാദിമീങ്ങളായ, അതിന്റെ നേതാക്കളായ പണ്ഡിതന്മാരുടെ പേരിലാണ് ഓരോ സ്ഥലത്തും നഗരികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടേക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണ് മഹാനായ മർഹൂം ഇ കെ ഹസ്സൻ മുസ്ലിയാരുടെ പേര് എന്ന് ഹസ്സൻ മുസ്ലിയാരെ പരിചയമുള്ള ഏതൊരാൾക്കും അറിയാം. ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ആ മഹാനായ ഹസ്സൻ മുസ്ലിയാർ കാണിച്ചു തന്ന വഴി, അത് ഹസ്സൻ മുസ്ലിയാരുടെ സ്വന്തം വഴിയല്ല, മറിച്ച് പൂർവികരായ ഇമാമിങ്ങൾ കാണിച്ചു തന്ന വഴിയാണ്. ആ ഇമാമിങ്ങൾ ആരും അവരുടെ വകയിലൊന്നും പറഞ്ഞവരല്ല, മറിച്ച് അവരെല്ലാം സഹാബത്തിനെ പിന്തുടർന്നവരാണ്. സഹാബത്തിനെ പിന്തുടരാൻ കൽപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുലമയുടെ മുസാവറയല്ല, പരിശുദ്ധ ഖുർആനാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു തൃപ്തിപ്പെട്ടുവെന്ന് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന പടച്ചവനാണ് പ്രഖ്യാപിച്ചത്. ആ പടച്ചവന്റെ അധികാരത്തെയും അവന്റെ സ്ഥാനത്തെയും അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കണം എന്നതാണ് സമസ്ത കേരള ജമിയത്തുലമ ഇന്നേ വരെ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, സർവ മനുഷ്യരും വിജയിക്കുക എന്ന ലക്ഷ്യമായതിനാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർക്കൊപ്പമായതുകൊണ്ടാണ്. കാരണം അറബിയല്ലാത്ത ഖുത്ബയിൽ പങ്കെടുത്ത് ജുമുഅ ബാത്തിലായി പോകുന്ന സാധാരണക്കാർ, അവർ ആ വിഷയത്തെ കുറിച്ച് അറിവില്ലാത്തവരാണ്. അവരോട് നമുക്ക് സഹതാപമാണ്. ആ സഹതാപം, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു തെറ്റിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അവരെ അതിൽ നിന്ന് ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നേർവഴിയിൽ നടത്തുക എന്നത് മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുമിനൂന ബില്ലാഹ്. നല്ല കാര്യം കൽപ്പിക്കുകയും ചീത്തക്കാര്യം വിരോധിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായി, ഏറ്റവും ഉത്തമ സമുദായമായത്. അപ്പോൾ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അത് സർവ മനുഷ്യരെയും നേർവഴിയിൽ നടത്തുക എന്നതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ ഇസ്ലാമിലായി ജീവിച്ചു പോകണം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ആശയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാകും. അവർ ചിലപ്പോൾ അതേ മതമേതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയും. അത് അവരുടെ വിശ്വാസമാണ്, അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്നു അദ്ദേഹത്തിന് വർഗീയതയില്ല. അദ്ദേഹത്തിന് വർഗീയത ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയില്ല. അദ്ദേഹത്തിന് വർഗീയതയില്ല, ആ നിലക്ക് അദ്ദേഹം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് എല്ലാവരും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടേതായ ആശയങ്ങളുണ്ട്. ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ആശയത്തോടെ മുന്നോട്ട് പോകണം. അവിടെ നമുക്ക് വർഗീയത തൊട്ട് തീണ്ടാൻ പരിശുദ്ധ ഖുർആൻ അനുവദിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല, ഇസ്ലാം മതം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുലമ അതിന് അനുവദിക്കുകയില്ല, കേരള മുസ്ലിം ജമാഅത്ത് അതിന് അനുവദിക്കുകയില്ല, നമ്മുടെ സംഘ കുടുംബങ്ങളൊന്നും അതിന് അനുവദിക്കുകയില്ല. അതിനാൽ ഏത് സമയത്തും തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, നിയമം കയ്യിലെടുക്കുന്നതിനെതിരെ, ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനെതിരെ, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ, ചൂഷണം ചെയ്യുന്നതിനെതിരെ, അഴിമതിക്കെതിരെ, അക്രമത്തിനെതിരെ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതിന്റെ കീഴിലുള്ള സംഘടനകളും പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ആശയം ഇന്നും പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, അതേ നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക എന്നതാണ്
ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ആശയം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് പത്തരട്ടി അങ്ങോട്ട് തിന്മ ചെയ്യുന്ന പരിപാടിയോ, ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവരെ തിരിച്ച് ചീത്ത വിളിക്കുന്ന പരിപാടിയോ, ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ പകരം ആക്രമിക്കുന്ന പരിപാടിയോ, ഇങ്ങോട്ട് കൊല നടത്തിയാൽ പകരം കൊല നടത്തുന്ന പരിപാടിയോ ഈ പ്രസ്ഥാനത്തിനുണ്ടാവുകയില്ല. ഈ പ്രസ്ഥാനം പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് എല്ലാ രംഗത്തും ഖുർആനിന്റെ ആശയവുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു ഉത്ബോധന സംഘമാണ്, ഒരു പ്രബോധന ദൗത്യം ഇവിടെ നടപ്പാക്കുന്ന സംഘമാണ്. അതിനാൽ സർവ്വജനങ്ങളോടും പറയട്ടെ, നിങ്ങൾ എല്ലാവരുടെയും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും, അതെ, ഞങ്ങൾക്ക് പടച്ചവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന അഭിപ്രായം ഇല്ല. പടച്ചവന്റെ സഹായമാണ്. ആര് എവിടെ എന്ത് സഹായം ചെയ്താലും അള്ളാഹുവിന്റെ സഹായമാണെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ സഹായം ചോദിക്കൽ അവന്റെ സൃഷ്ടികളോടെല്ലാം സഹായം ചോദിക്കുകയും അവരുടെ സഹായം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നയം. അതുകൊണ്ട് പഠിച്ചവരോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാവരുടെ സഹായങ്ങളും സഹകരണങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ഈ മഹത്തായ ശില്പനാണ് നേതൃത്വം നൽകുന്ന ഈ കേരള യാത്രക്കുണ്ടായതിനേക്കാൾ ഉപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറിയുടെ സമ്മേളനങ്ങളും പരിപാടികളും വരുമ്പോ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവ്വസഹായങ്ങളും എപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും എപ്പോഴും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിൽ കടന്ന സമയം മുതൽ ഇതേവരെ നിങ്ങൾ കാണിച്ച വലിയ ആദരവിനും സ്നേഹത്തിനും നിങ്ങളുടെ ഗംഭീര സ്വീകരണത്തിനും മഹാനായ തങ്ങളവറുകൾ 100 മാർക്ക് കിട്ടല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. എല്ലാറ്റിനും നന്ദി രേഖപ്പെടുത്തി ഏറ്റവും മുൻപന്തിയിൽ നമ്മുടെ ഓരോ സർക്കുലർ വരുമ്പോൾ, ഓരോ പ്രവർത്തനത്തിലുള്ള നിർദ്ദേശം വരുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് SSF-ന്റെയും SVS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി ജമിയത്തുൽ ഉലമയുടെയും SMA-യുടെയും എല്ലാ പ്രവർത്തകരോടും നേതാക്കളോടും വിനയപൂർവ്വം അപേക്ഷിച്ചും അഭ്യർത്ഥിച്ചു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. മഹാനായ അലി ബാഫഖി തങ്ങൾ, അല്ലാഹുവേ, നീ അവിടുത്തേക്ക് വലിയ ദീർഘായുസ്സും ആഫിയത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് SSF-ന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നിർമ്മിക്കാൻ വേണ്ടി പിരിവിന് പോകുമ്പോ എന്റെ കൂടെ ബസ്സിൽ ഇങ്ങനെ കമ്പിയും പിടിച്ച് തൂങ്ങിയിട്ട് യാത്ര ചെയ്തുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്ത സയ്യിദവറുകൾ, അല്ലാഹുവിന്റെ എന്തോ ഒരു നിയോഗം എന്ന് പറയട്ടെ, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി തറക്കല്ലിടാൻ പല പണ്ഡിതന്മാരെയും ക്ഷണിച്ചപ്പോ അവർക്കൊന്നും അതിന് ധൈര്യമുണ്ടായില്ല, അല്ലെങ്കിൽ അതിനവസരം അവര് അനുഭവിച്ചില്ല. അതിന് അല്ലാഹു തആല ഭാഗ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്കാണ്. മഹാനവറുകളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമ്മുടെ എല്ലാ നേതാക്കൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകന്മാർക്കും വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകരായ ICF-ന്റെയും RC-യുടെയും പ്രവർത്തകർക്കടക്കം എല്ലാ നാട്ടിലുമുള്ള എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിച്ചു. അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി എളിയ സേവനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ